എല്ലാവർക്കും ഫൈൻഡെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ നോമെൻക്ലേച്ചറിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. മെയിൻ ചെയിൻ്റെ കാര്യം, പ്രധാന ചെയിൻ്റെ കാര്യം, അതുപോലെ ബ്രാഞ്ചിൻ്റെ കാര്യം. അപ്പോൾ അതുപോലെ രണ്ട് ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പേരിടാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയിട്ടാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു ഹൈഡ്രോ കാർബണുകളെ പറ്റിയിട്ട്. കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ കൂടി ചേർന്നാൽ ഹൈഡ്രോ കാർബൺ ഉണ്ടാവും. പക്ഷേ ഹൈഡ്രജൻ അല്ലാതെ വേറെ ഏതെങ്കിലും മൂലകങ്ങൾ കാർബണിൻ്റെ കൂടെ കൂടി ചേരുകയാണെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കും. നമ്മൾ ഇവിടെ ബോർഡിൽ കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എഴുതിയിട്ട് അതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഹൈഡ്രോക്സി ഗ്രൂപ്പ്, രണ്ടാമത് കാർബോക്സി ഗ്രൂപ്പ്, മൂന്നാമത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്, പിന്നെ കീറ്റോ ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ്റെ ഭാഗത്ത് എഴുതി വയ്ക്കുക. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ മീതി ഇത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റിഎക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റെപ്പുകൾ നമ്മൾ IUPAC നാമം ഇടുമ്പോൾ അല്ലെങ്കിൽ IUPAC നെയിം ഇടുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന ചെയിൻ കണ്ടുപിടിക്കുക. പ്രധാന ചെയിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ വട്ടം വരയ്ക്കുക. പിന്നീട് ഇടത്തു നിന്നും പിന്നെ അതുപോലെ വലത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഇടുക. അതുപോലെ ചെറിയ നമ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ IUPAC നാമം അല്ലെങ്കിൽ IUPAC നെയിം സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഹൈഫൺ ഇടുക. അതിനുശേഷം ബ്രാഞ്ചിൻ്റെ പേര് എഴുതുക. 2 ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം, ഡൈ ചേർക്കണം. പിന്നീട് പ്രധാന ചെയിൻ്റെ പേര് എഴുതുക. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ A4 ഷീറ്റിൽ എഴുതുന്നത്. ഇനി നമ്മൾ A4 ഷീറ്റിൽ എഴുതുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ഗ്രൂപ്പാവും? ഹൈഡ്രോക്സി ഗ്രൂപ്പാവും. അപ്പോൾ നമ്മൾ 2 കാർബൺ വന്ന് നമ്മൾ എന്ത് ചേർക്കണം? ഈത് ചേർക്കണം. അപ്പോൾ അതേപോലെ തന്നെ CH4 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായി? മീതെയിനായി. ഇതേപോലെ നമ്മൾ പേരിടുന്ന സമയത്ത് നമ്മുടെ ഒരു ഏതെങ്കിലും സ്ട്രക്ചറൽ ഫോർമുല ആയിരുന്നു. അതിൽ ആരുണ്ടെന്നുണ്ടെങ്കിൽ OH ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഓൾ ചേർക്കണം. അപ്പോൾ OH കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ഗ്രൂപ്പാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. നമ്മൾ എന്ത് ചേർക്കണം? ഓൾ ചേർക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ ഭാഗത്ത് ഇത് എഴുതി വയ്ക്കുക. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉണ്ടാവും? ഗുണം ഉണ്ടാവും. അപ്പോൾ ഈ പേരിടൽ തന്നെയാണ് ഈ പാഠം മൊത്തം പറയണത്. ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങളെ അഡീഷണൽ പറയാമോ. ഇപ്പോൾ ഹൈഡ്രോക്സി ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കഹോളുകൾ കൂടി വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളൂ. ബാക്കി മൊത്തം നമ്മൾ എന്ത് ചെയ്യില്ല, ഈ പേരിടലാണ് ഈ പാഠം. രണ്ടാമത്തെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ കാർബോക്സിലിക് ഗ്രൂപ്പ് COOH കണ്ടു കഴിഞ്ഞാൽ കാർബോക്സിലിക് ഗ്രൂപ്പ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചേർക്കണം? ഓയിക് ആസിഡ് ചേർക്കണം. അടുത്തതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. CHO വന്നു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് നമ്മൾ എന്ത് ചേർക്കണം? ആൽ ചേർക്കണം. കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CO വന്നു കഴിഞ്ഞാൽ കീറ്റോ ഗ്രൂപ്പ്. കാർബണിൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്, 2 6. ലാസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ. ഇനി ഓക്സിജന് 2 ഇലക്ട്രോണും കൂടി വേണം. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും. അതുപോലെ കാർബൺ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് ഓക്സിജൻ്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവും. പക്ഷെ എപ്പോഴും കാർബണിൻ്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവില്ല. കാർബൺ ഇനി എത്രണ്ണം കൂടി വേണം? 2 എണ്ണം കൂടി വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ കാർബൺ എന്ത് ചെയ്യും? ഒക്ടേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കാർബൺ എവിടെ വരില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കാർബൺ ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല എന്ന് പറഞ്ഞൊരു കാര്യം. അതുപോലെ ആൽക്കോക്സി ഗ്രൂപ്പ്, അപ്പോൾ അവരുടെ മറ്റൊരു പേര് ഈതറുകൾ. അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല, ഒറ്റയ്ക്ക് വരില്ല. പറയാനുള്ള കാരണം ഓക്സിജൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ. ഓക്സിജൻ ഇനി 2 ഇലക്ട്രോണും കൂടി വേണം. അപ്പോൾ എന്തായാലും ഓക്സിജൻ എന്ത് ചെയ്യും? 2 ആളുകളെ പരസ്പരം ഷെയർ ചെയ്യും. ഇനി നമ്മൾ ഓരോരുത്തർക്ക് എക്സാമ്പിൾ എഴുതുന്നു. അതുപോലെ അവർക്ക് പേരിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കാം. അടുത്തത് ഹാലോ ഗ്രൂപ്പ്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഫ്ലോറിൻ. അപ്പോൾ ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് എന്ത് ഗ്രൂപ്പാണ്? ഹാലോ ഗ്രൂപ്പ്. അത് പറയാം. ഇവരൊരിക്കലും ഇടയിൽ വരില്ല. കാരണം ഇവർക്ക് 2 ഇലക്ട്രോണുകളുടെ ആവശ്യമില്ല. ഇവർക്ക് ഒരേ ഒരു ഇലക്ട്രോണുകളുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇവരെപ്പോഴും തുടക്കത്തിലോ അല്ലെങ്കിൽ ലാസ്റ്റോ ആയിരിക്കും ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ക്ലോറിൻ ആണെങ്കിലും ബ്രോമിൻ ആണെങ്കിലും അയഡിൻ ആണെങ്കിലും ഫ്ലൂറിൻ ആണെങ്കിലും നമ്മൾ പേര് ചേർക്കുന്ന സമയത്ത് ക്ലോറോ, ഫ്ലൂറോ, ബ്രോമോ, അയഡോ. ക്ലോറിനാകുമ്പോൾ ക്ലോറോ, ഫ്ലൂറിനാകുമ്പോൾ ഫ്ലൂറോ, ബ്രോമിനാകുമ്പോൾ ബ്രോമോ, അയഡിനാകുമ്പോൾ അയഡോ. അപ്പോൾ പരസ്പരം അവരുടെ പേരുകളെ തമ്മിൽ കണക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റും.
അതുപോലെ നമ്മൾ പേരിടുന്നതിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും ഇവർ വരിക. അപ്പോൾ പേരിടുന്നതിൻ്റെ ഒപ്പം നമ്മൾ 1 ക്ലോറോ മീഥൈൻ, അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് വരിക, നമ്മൾ പേരിടുക. അപ്പോൾ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യും, നമ്മളിവിടെ പേര് വെച്ചിട്ടായിരിക്കും പേരിടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഓരോരുത്തർക്കും നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമുക്ക് OH കണ്ടാൽ മതി. അതുപോലെ അതെന്ത് ചെയ്യില്ല, നടുക്കിലൊന്നും വരില്ല, ഫസ്റ്റ് അതിന് ലാസ്റ്റും ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ടായിരിക്കും ആര് വരിക, ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് CH3OH എടുത്തു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ട് OH കണ്ടു കഴിഞ്ഞാൽ അതെന്താ, ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പാണ്. എന്ത് ചേർക്കണം, ഓൾ ചേർക്കണം. അപ്പോൾ നമ്മൾ പേര് നോക്കുമ്പോൾ ഇവിടെ ഒരു കാർബൺ മീതാണ്, OH ചേർന്ന് ഓൾ ചേർക്കണം. അപ്പോൾ നമ്മൾ പേരെന്താക്കണം, മെത്തനോൾ. അപ്പോൾ നമ്മളത് എന്താക്കി മാറ്റണം, മെത്തനോൾ എന്താക്കി മാറ്റണം. അപ്പോൾ നമ്മളെങ്ങനെ പഠിക്കണം, ഇങ്ങനെ തന്നെ പഠിക്കണം. അതായത് മെത്തനോൾ, ഒരു കാർബൺ വന്നു മീതെന്ന് എഴുതണം, OH വന്നു ഓളെന്ന് എഴുതണം, രണ്ടും കൂടി ചേരുമ്പോൾ മെത്തനോളായിട്ട് മാറും. അപ്പൊ അടുത്തെന്തായിരിക്കും വരിക, എത്തനോൾ. അടുത്തെന്തായിരിക്കും വരിക, പ്രൊപ്പനോൾ. അടുത്തത് ബ്യൂട്ടനോൾ. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ ബ്രാഞ്ച് വരും കേട്ടോ. അപ്പോൾ ബ്രാഞ്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ബ്രാഞ്ചിൻ്റെ നമ്പർ എഴുതും, ഹൈഫൺ ഇടും, എന്നിട്ട് എന്ത് ചെയ്യും, ആ പ്രധാന ചെയിൻ്റെ പേര് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചേർക്കും, ഓളൊന്നും കൂടി ചേർക്കും. അടുത്ത ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ COOH കണ്ടു കഴിഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ത് ചേർക്കണം, OIC ആസിഡ് ചേർക്കണം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് 2 കാർബൺ ഉണ്ട്. COOH ഒരു കാർബൺ ഉണ്ട്, CH3 ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ മീത് ഈത് നമുക്കറിയാം OIC ആസിഡ് ചേർക്കണം. അപ്പൊ ഇത് OIC ആസിഡ്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെ കണക്ട് ചെയ്യുക, എത്തനോയിക് ആസിഡ്. അപ്പൊ അതെന്തായി മാറും, എത്തനോയിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ പേരെന്താ, എത്തനോയിക് ആസിഡ്. അപ്പൊ അടുത്തത് വരിക പ്രൊപ്പനോയിക് ആസിഡ്, അടുത്തത് ബ്യൂട്ടനോയിക് ആസിഡ്. അതങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമ്മൾ അടുത്ത് പഠിച്ചു ആൽഡിഹൈഡ് ഗ്രൂപ്പ്. CHO കണ്ടു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ത് ചേർക്കണം, ആൽ ചേർക്കണം. നമുക്ക് CHO വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് നോക്കാം. ഇവിടെ 2 കാർബൺ ഉണ്ട്, ഈത്. അപ്പൊ ഇതാണ് വന്നു, ഇതാണെന്ന് കണ്ടു, CHO വന്ന് ആൽ ചേർക്കണം. അപ്പോൾ ഈത് ആൽ, എത്തനാൽ. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക, അത് മനസ്സിലാക്കുക. അതെന്തായി മാറി, എത്തനാലായിട്ട് മാറി. അപ്പോൾ പേരെന്താ വരിക, എത്തനാൽ. CHO ഗ്രൂപ്പ് കഴിഞ്ഞു. അടുത്തത് കീറ്റോ ഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞു കീറ്റോ ഗ്രൂപ്പ് ഒരിക്കലും എവിടെ വരില്ല, സ്റ്റാർട്ടിങ് വരില്ല, 2 ആൾക്കാരുടെ ഇടയിലായിരിക്കും ആര് വരിക, കീറ്റോ ഗ്രൂപ്പ് വരും. കീറ്റോ ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് 3 കാർബൺ ഉണ്ട് ഇവിടെ. അപ്പം 3 കാർബൺ വന്നാൽ ഈത് പ്രൊപ്പ്. കീറ്റോ ഗ്രൂപ്പ് CO വന്നു കഴിഞ്ഞാൽ ഓൺ ചേർക്കണം. അപ്പം ഇതിൻ്റെ പേരെന്താ, പ്രൊപ്പ് ഓൺ. എങ്ങനെ കണക്ട് ചെയ്യുക, പ്രൊപ്പനോൺ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വരിക, പ്രൊപ്പനോൺ. അങ്ങനെ കീറ്റോ ഗ്രൂപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോറോ ഫ്ലൂറോ ബ്രോമോ ആയിട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ക്ലോറിൻ നോക്കാം. CL പോലെ എഴുതിയത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം. അപ്പോൾ ക്ലോറിൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ആദ്യമുള്ളത് കാർബണാണ് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ക്ലോറിനും അതുപോലെ
ഒരു CH3 രണ്ടുപേരും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു കാർബൺ കണ്ടു കഴിഞ്ഞാൽ എന്താ മെത്ത്. ഞാൻ പറഞ്ഞു ക്ലോറോ ഫ്ലോറോ ബ്രോമോ അയഡോ ആണെങ്കിൽ നമ്മൾ ആദ്യം ചേർക്കണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക 1 ക്ലോറോ മീഥൈൻ ആദ്യമായിട്ടാണ് ക്ലോറിൻ എഴുതിയേക്കണം. അപ്പോൾ അതുകൊണ്ട് 1 ക്ലോറോ മീഥൈൻ 1 ക്ലോറോ മീഥൈൻ. അപ്പം അടുത്തത് ഇതേപോലെ എഴുതി പോകാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ഇനി ഒരു അടുത്ത എക്സാമ്പിൾ ഉണ്ട്. ഞാൻ ക്ലോറിനെ ബ്രാഞ്ച് ആയിട്ട് വെച്ചു. അപ്പോൾ ബ്രാഞ്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെ ആലോചിക്കണം? പ്രധാന ചെയിനിനെ ആലോചിക്കണം, അല്ലെങ്കിൽ മെയിൻ ചെയിനെ ആലോചിക്കണം. മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൈ എടുക്കാതെ എണ്ണണം. എന്നിട്ട് നമ്മൾ പ്രധാന ചെയിൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 1 2 3 ഇവിടെ എണ്ണാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്തായിട്ട് എടുക്കാൻ പറ്റില്ല? പ്രധാന ചെയിനിൽ എടുക്കാൻ പറ്റില്ല. ബാക്കി ഹൈഡ്രോ കാർബണുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രധാന ചെയിനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അതായിരിക്കും എന്ത് വരിക? പ്രധാന ചെയിൻ വരിക. അപ്പോൾ ഞാൻ പറഞ്ഞ ഇടത്തുനിന്ന് വലത്തുനിന്ന് എന്ത് ചെയ്യുക? നമ്പർ ചെയ്യണം. 1 2 3 1 2 3. ചെറിയ നമ്പർ എടുക്കണം. ഇവിടെ ചെറിയ നമ്പർ 2. അപ്പോൾ 2 2 Cl പറഞ്ഞാൽ ക്ലോറോ. ക്ലോറോ ഇത് പ്രൊപ്പൈൻ. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് ഇതേപോലെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കിട്ടും. പിന്നെ നമ്മൾ വിട്ടുപോയത് ലാസ്റ്റത്തെ ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈതറുകൾ. അപ്പോൾ ഈതറുകൾ എടുക്കണമെന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്സിജനാണ് ലാസ്റ്റ് സ്റ്റേജിൽ 6 ഇലക്ട്രോൺ ആണ്. 2 കൂടി വേണം. അതുകൊണ്ട് ഒറ്റയ്ക്ക് അല്ലെ ഫസ്റ്റായിട്ട് ആര് വരില്ല? ഓക്സിജൻ വരില്ല. ഇടയിൽ മാത്രമേ ആര് വരുള്ളൂ? ഓക്സിജൻ വരുള്ളൂ. നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇക്വേഷൻ്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ട് ഓക്സി ചേർക്കണം. അപ്പോൾ ഇവിടെ മീത്, ഇവിടെയും മീത്. ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്സി എവിടെ ചേർക്കണം? അപ്പുറത്തെ ആൾക്കാരുടെ നടുക്കിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഓക്സി ചേർക്കാൻ. അപ്പോൾ ഇവിടെ മീത് ഓക്സി മീതൈൻ. അപ്പോൾ മെത്തോക്സി മീതൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഏകദേശമുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു തരണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോമർസ്. ഐസോമർസ് എന്ന് പറയുമ്പോൾ ഒരേ തന്മാത്രമാക്കി ഒരേ മോളിക്കുലാർ ഫോർമുലയിൽ, പക്ഷെ എന്നാൽ അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഐസോമറുകളെന്ന് വിളിക്കും. ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഐസോമർസ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐസോമർസ് ചെയിൻ ഐസോമർസ് എന്ന് പറയുമ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുലയായിരിക്കും. പക്ഷെ അവരുടെ സ്ട്രക്ചർ എന്തായിരിക്കും? അവരുടെ ഘടന എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. നമുക്ക് നോക്കാം. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ത് വരിക? അതിൽ കാർബൺ എത്ര ഉണ്ടെന്ന് നോക്കുക. പിന്നെ അതുപോലെ ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 കാർബൺ. ഹൈഡ്രജനോ 3 2 5 2 7 3 10 ഹൈഡ്രജൻ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. 3 3 6 3 9 1 10 ഹൈഡ്രജൻ. ഇവിടെ ആര് സെയിമാണ്? മോളിക്കുലാർ ഫോർമുല സെയിമാണ്. പക്ഷെ അവരുടെ സ്ട്രക്ചറോ അല്ലെങ്കിൽ അവരുടെ ഘടനയോ അത് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ ഭാഗം കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ചെയിൻ ഐസോമർസത്തിന് എക്സാമ്പിളായിട്ട് ഇവരെ 2 പേരും ഒരുമിച്ച് ചെയ്ത് വയ്ക്കുക. ഇത് 2 പേരും എന്താ? ഒരു പെയറാണ്. അപ്പോൾ നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത് ഏതാ? ചെയിൻ ഐസോമർസ് കഴിഞ്ഞു. അടുത്തത് പൊസിഷൻ ഐസോമർസ്.
സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, അതുപോലെ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. എന്നാൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇതേപോലെ തന്നെ ഈ CH3 പകരം OH ആക്കി നോക്കാം. CH3 CH2 CH2 OH. ഈ CH3 പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാ, OH ആക്കി നോക്കാൻ പോവാ. CH3 CH3 OH. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല 1 2 3 ഹൈഡ്രജൻ 3 2 5 5 2 7 7 8. ഇവിടെ 3 3 6 1 7 1 8 എണ്ണം ഒരു ഓക്സിജൻ. ഇവിടെ ആര് സെയിമായി, മോളിക്കുലർ ഫോർമുല സെയിമായി. ആര് ഡിഫറൻ്റ് ആയി, ഈ പറഞ്ഞ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറൻ്റ് ആയി. അതിലും സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ വ്യത്യസ്തമായി. അടുത്തത് പഠിക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഒരേ മോളിക്കുലർ ഫോർമുല, സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഒരേ തന്മാത്രമാക്കിയായിരിക്കും, എന്നാൽ വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പുകളായിരിക്കും. നമുക്ക് എക്സാമ്പിൾ ഞാൻ കൂടുതൽ എഴുതിയിട്ട് നോക്കി നോക്കാം. ഇവിടെ ഇതിൻ്റെ പേരെന്താ വരിക, 2 കാർബൺ. അപ്പോൾ മീത് OH വന്നു, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഓൾ ചേർക്കണം. അപ്പോൾ മീത് എത്തനോൾ. അടുത്ത ആൾ വരുന്നത് വരിക മീത് ഇടയിലാണ് ഓക്സിജൻ വന്നത്. അപ്പോൾ മീതോക്സി മീതൈൻ. അപ്പോൾ രണ്ടുപേരുടെ എന്ത് സെയിമാണ്, മോളിക്കുലർ ഫോർമുല സെയിമാണ്, പക്ഷെ ആര് ഡിഫറൻ്റ് നോക്കി, ഒന്നിൽ OH ആണ്, ഒന്നിൽ O ആണ്. അപ്പോൾ ആര് ഡിഫറൻ്റാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റാണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, വ്യത്യസ്തമാണ്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും, ഫങ്ഷണൽ ഐസോമറിസം വിളിക്കും. ഇനി ലാസ്റ്റ് വൺ മെറ്റാമറിസം. ശരി തന്നെയാണ്, ഒരേ തന്മാത്രമായിരിക്കും, എന്നാൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. ആരൊക്കെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ, ഈ പറഞ്ഞ ഓക്സിജനും അതുപോലെ CO ഗ്രൂപ്പും. ആരാ, ആൽക്കോക്സി ഗ്രൂപ്പും കീറ്റോ ഗ്രൂപ്പും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ തന്നു. അതിൽ ആ ഒരു പെയറിൽ രണ്ടിലും ഓക്സിജൻ ആയിരിക്കും, എന്നാൽ ആ ഓക്സിജൻ്റെ പൊസിഷൻ മാറ്റി വെച്ചിരിക്കുകയെന്നായിരിക്കും. അപ്പോൾ അത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും, ഈ പറഞ്ഞ മെറ്റാമറിസത്തിന് എക്സാമ്പിൾ ആയിരിക്കും. നോക്കാം. ഫില്ല് ചെയ്യാണ്. CH3 CH2 CH3 സിംഗിൾ ബോണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ടാമതായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, രണ്ടാമത്തെ CH2 കൂടെയാണ് ഓക്സിജൻ ഇട്ടേക്കണം. ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാ, CH3 O CH2 CH2 CH2. അപ്പോൾ ഇതിന് നമുക്ക് പേരിടണം. എങ്ങനെയാ പേരിടുക, അപ്പോൾ പേരെന്താ വരിക, ഈതോക്സി. ഓക്സിജൻ വന്ന ഇടയിൽ ഓക്സിജൻ വന്നപ്പോൾ ഓക്സി ഈതൈൻ. അപ്പോൾ ഈതോക്സി ഈതൈൻ. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇവിടെ ചെറുത്, അതായത് ഒരു കാർബൺ മാത്രമുള്ള വശമാണ് ഇവിടെ, അതാണ് ചെറിയ സൈഡ്. അപ്പോൾ മീതോക്സി ചെറിയ ഭാഗത്തെ ആദ്യം എഴുതണം. അതായത് ഇവിടെ എണ്ണം കൊണ്ട് ഏറ്റവും ചെറുത് എവിടെയാണ്, ഈ ഓക്സിജൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡുള്ള പേരെന്താ വരിക, മീത് ഓക്സിജൻ വന്ന ഓക്സി, ബാക്കി ഇപ്പുറത്തെ സൈഡിൽ മീത് പ്രൊപ്പൈൻ. അപ്പോൾ മിതോക്സി പ്രൊപ്പൈൻ. പേര് മനസ്സിലായല്ലോ, മിതോക്സി പ്രൊപ്പൈൻ. ഇനി ഇതിൽ രണ്ടിൽ നമുക്ക് എന്ത് എഴുതണം, മോളിക്കുലർ ഫോർമുല എഴുതി നോക്കണം. അത് സെയിം ആയാൽ മാത്രമേ ഇത് എന്താവുള്ളൂ, മെറ്റാമറിസം ആവുള്ളൂ. എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 കാർബൺ. എത്ര ഹൈഡ്രജൻ, 3 2 5 2 7 3 10 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അതുപോലെ താഴത്ത് കാർബൺ എത്ര, 1 2 3 4 ഹൈഡ്രജൻ എത്ര, 3 2 5 2 7 3 10 1 ഓക്സിജൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളതിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ടെക്സ്റ്റിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ ചെയ്തിരുന്നു. പറയാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ മിസ്റ്റേക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യും.
താങ്ക് യു.